ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാക്കുവിന് പണിക്ക് പോകണ്ടാത്ത ദിവസത്തെ കുറച്ച് തിരക്കുകളാണ് കേട്ടോ കാണിക്കുന്നത്. പണിക്ക് പോകേണ്ട ദിവസം ചോറും കറിയും എല്ലാം തന്നെ രാവിലെ ആകും. എന്നാൽ പണിക്ക് പോകണ്ടാത്ത ദിവസം അപ്പം ചോറൊന്നും രാവിലെ ആക്കണ്ട, കാപ്പിയുടെ കാര്യങ്ങൾ മാത്രം നോക്കി മക്കളെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങൾ നോക്കണം. അവർ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാവിലെ ചോറൊന്നും ആക്കേണ്ടി വന്നില്ല. കാക്ക വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ചോറ് വെച്ച് ചൂടോടെ ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് ചോറിൻ്റെ കാര്യങ്ങളൊന്നും കുറച്ചൊന്ന് വൈകി. അപ്പം ഞാനിതാണ്ട് രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു കപ്പ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് കപ്പയൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി കൊത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലും ഇറച്ചിയും കൂടെ കുറച്ചെടുത്ത് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കറി വെക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളി എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കറി വെച്ചാൽ മതി. നല്ല സൂപ്പർ എല്ലാമാണ് കേട്ടോ. രാവിലത്തെ കാപ്പിക്ക് ആയതുകൊണ്ട് കുറച്ച് മതി. നമുക്കിന്നലെ കപ്പ നല്ലത് കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. ഇപ്പം നല്ല കപ്പ കിട്ടാനില്ല, ഇളന്താളിച്ച് കിടക്കുന്ന കപ്പയൊക്കെയാണ് കിട്ടുന്നത്. ഒരുപാട് നേരം എടുക്കും വേവാനായിട്ട്. കടയിൽ കിടന്നതിന് 2 സൈസ് കപ്പയാണ്. അപ്പോൾ കുറച്ച് കപ്പ കിടന്നത് ഞാനിങ്ങനെ വാങ്ങിച്ചു. എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അത് വേകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ കപ്പ ഞാനിങ്ങനെ എടുത്തു. ബാക്കി വേണ്ടെന്ന് വെച്ച് വാങ്ങിച്ചതും കൊണ്ടിങ്ങനെ പോരുന്നു. അതുകൊണ്ട് ഇവിടെ കറി വെക്കാനുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പൊളിച്ച് റെഡിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചതച്ചും എടുത്തിട്ടുണ്ട്. ഇനി എല്ലുകറി വെക്കുന്നതും കപ്പ വെക്കുന്നതും കുക്കറിലാണ് കേട്ടോ. അതാകുമ്പോൾ ഒരേപോലെ പണി തീരുമല്ലോ. രാവിലെ മക്കൾക്ക് കഴിച്ചുകൊണ്ട് സ്കൂളിലും പോകാൻ പറ്റും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അടുപ്പിൽ പോയി കപ്പയൊക്കെ വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെങ്ങും വെന്ത് സ്കൂളിൽ പോക്ക് നടക്കുകയില്ല. സാധാരണ രാവിലെ ഒന്നും ഞാൻ ഈ കപ്പ ബിരിയാണിൻ്റെ കേസ് പിടിക്കുകയില്ല, കാരണം നല്ല സമയം എടുക്കും. അതുകൊണ്ട് കൂടുതലും ഞായറാഴ്ച ദിവസമൊക്കെയാണ് ഞാൻ കപ്പ ബിരിയാണിക്ക് വേണ്ടി മെനക്കെടുന്നത്. എന്നാൽ ഇന്ന് കുക്കറിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു കുക്കറിൽ കപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ചെറിയ കുക്കറിലേക്ക് നമുക്ക് എല്ലും ഇറച്ചിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അത് കറിയായിട്ട് തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടെ എടുത്ത് കുഴച്ച് പെട്ടെന്ന് കപ്പ ബിരിയാണി ആക്കി എടുക്കാമല്ലോ. ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു പോയിട്ടുള്ളതാണ്. എങ്കിലും കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു പോകാം. കുക്കർ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം എണ്ണയൊന്ന് ചൂടാകുമ്പോൾ 2-3 ഉലുവ ഇട്ട് കൊടുക്കുക. ആ ഉലുവ ഒന്ന് പൊട്ടി വന്ന ശേഷം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് വാടി വന്ന് കഴിയുമ്പോഴേക്കും പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കും. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് ദാണ്ട് ഇവിടെ എല്ലും ഇറച്ചിയും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് അവിടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടും. നല്ല നെയ്യുള്ള ഇറച്ചിയും എല്ലും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഈ നെയ്യ് അതിലേക്ക് ഉരുകി ഇറങ്ങും. കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത്രയും നെയ്യ് വേണം കേട്ടോ. നെയ്യുള്ള ഇറച്ചി എല്ലും ഒക്കെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എടുത്തതും. ഇറച്ചി കഴുകി വന്ന സമയം കൊണ്ട് ദാണ്ട് ഇവിടെ ഏകദേശം ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അത് നല്ലപോലെ നീളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി സവോള കൂടി ഇട്ട് കൊടുക്കണം. സവോളയൊക്കെ അരിഞ്ഞ് ദണ്ട് റെഡിയാക്കി അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി സവോള കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറാകുവോളം വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും, വഴന്ന് മൂത്ത് കിട്ടും. അതുകൊണ്ടാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതവിടെ വഴന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല എടുക്കണം. ഇവിടെ ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇത് 2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ വഴന്ന് വന്നു കഴിഞ്ഞ് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത്രയും താമസം വരുമല്ലോ എന്നോർത്താണ് പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ആദ്യമേ വെച്ചത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരാനായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുത്ത ശേഷം പൊടിയിട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഒരുവിധം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും എടുത്ത് വെച്ചിരുന്ന മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഒരുപാട് ഗോൾഡൻ കളർ ആകാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള സമയം പോകും. ഈ കറി കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ പൊടികളോടൊപ്പം തന്നെ 3-4 തണ്ട് കറിവേപ്പില കൂടി ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നതോളം നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണമെന്ന് തന്നെ പറയാം. പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗവിൻ്റെ തീ ഒന്ന് കുറച്ച് വെക്കുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇവിടെ ഞാൻ കുറച്ച് വെച്ച് കൊടുത്താണ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. സമയം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും കരിഞ്ഞു പോവുകയില്ല. അങ്ങനെ തന്നെ ഏകദേശം ഇവിടെ പൊടിയൊക്കെ നന്നായിട്ട് പച്ചമണം മാറി മൂത്ത് വന്നിട്ടുണ്ട്. കുക്കർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. കുക്കർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. സാധാരണ ഞാനൊരു ചീനിച്ചട്ടിക്കകത്ത് ഇങ്ങനെ മസാലയെല്ലാം മൂപ്പിച്ചിട്ടാണ് കുക്കറിലേക്ക് വെക്കുന്നത്. ഇതിന്നിപ്പോൾ എളുപ്പപ്പണി നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് രമ്പയില അല്ലെങ്കിൽ ബിരിയാണി കൈതയുടെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പല കൂട്ടുകാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് ഈ രമ്പയില, എന്താണ് ഈ ബിരിയാണി കൈത എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിൻ്റെ ചെടി ഞാൻ കാണിച്ചു തന്നു. കൂടുതലും ഇത് നാട്ടിൻപുറത്തൊക്കെയാണ്, ഹൈ റേഞ്ചിലേക്ക് വന്നു തുടങ്ങിയതേ ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് തിരുവനന്തപുരത്ത് നിന്ന് കുട്ടിയമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. അപ്പം ഈ ഇല ഇടുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല മണമായിരിക്കും കറിക്ക്. അതുപോലെ തന്നെ ടേസ്റ്റുമായിരിക്കും. ബിരിയാണിയൊക്കെ വെക്കുമ്പോഴൊക്കെ ഞാൻ ഇതിട്ട് കൊടുക്കും. എന്താണെങ്കിലും ഈ ഇല എനിക്ക് ഒരുപാട് പ്രയോജനകരമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇല എടുത്തൊന്ന് കറിയിലിട്ട് വെച്ചൊന്ന് കറി വെച്ച് നോക്കുക. അപ്പം എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നറിയാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ആദ്യമൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഈ ഇല ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഇല ഒന്ന് ഉണക്കിയെടുത്ത ശേഷം ചെയ്യുമ്പോഴാണെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു. ഇപ്പം ഉണക്കിയത് ഇരിപ്പില്ല, തീർന്നു പോയി. ഇനിയിപ്പം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണക്ക് നടക്കുകയില്ലാത്തതുകൊണ്ടാണ് ഈ പച്ചയില ഇടുന്നത്. അങ്ങനെ ദാണ്ട് അരപ്പൊക്കെ ഇവിടെ മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന എല്ലും ഇറച്ചിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും കൂടെയാണ് കഴുകി വെച്ചതും. കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് എല്ല് മാത്രം ഇട്ടുണ്ടാക്കുന്നതല്ല, കുറച്ച് ഇറച്ചിയും കൂടി ഇട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നെയ്യുള്ള ഇറച്ചി തന്നെ വേണം, അതാണ് ടേസ്റ്റ് കൂടുതലും. അങ്ങനെ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ചുകൂടി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കപ്പ ബിരിയാണി ആയതുകൊണ്ട് തന്നെ കറി ഇച്ചിരി ചാറായിട്ട് കിട്ടണം, അതുകൊണ്ടാണ് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കറൊന്ന് അടച്ച് വെച്ച ഒരു 3 ഫിസിലേ അടുപ്പിക്കുന്നുള്ളൂ, കാരണം ഇത് വലിയ വേവുള്ള ഇറച്ചിയല്ല, അതുകൊണ്ട് തന്നെ 3 ഫിസിലും മതിയാകും. ഇനി കപ്പയുടെ കുക്കറാണോ ആദ്യം അടിക്കുന്നത് അതോ എല്ലുകറി വെച്ചേക്കുന്ന കുക്കറാണോ ആദ്യം അടിക്കുന്നതെന്ന് കുറച്ച് നേരം ഞാനൊന്ന് നോക്കി നിന്ന് കേട്ടോ. ആദ്യം അടിച്ചത് നമ്മുടെ എല്ലുകറി വെച്ചിരിക്കുന്ന കുക്കർ തന്നെയാണ്, കാരണം ചെറിയ തീയിലാണ് കപ്പയുടെ കുക്കർ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം അതാണ് അടിച്ചത്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ രാത്രി കഴുകി കൊട്ടയിൽ കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി അടുക്കുന്ന തിരക്കിലാണ്. സാധാരണ കൊട്ടയിൽ പാത്രം വെച്ച് കഴിഞ്ഞ് മറന്നു പോകും പെറുക്കി എടുക്കാനായിട്ട്. അവസാനം പാത്രമൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അത് പെറുക്കി എടുക്കാൻ നോക്കുന്നത്. അങ്ങനെ ഏതാണ്ട് എല്ലുകറി ഇവിടെ 3 ഫിസിലൊക്കെ അടിച്ച് റെഡിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പെട്ടെന്ന് തന്നെ വേകുന്ന ഇറച്ചിയാണ്, അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അത് ഫിസിന് മതി. നല്ല വേവുന്ന കപ്പ, അത് കണ്ടാൽ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ പിന്നെ അടുപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് നിർത്തി. നല്ല സൂപ്പറായിട്ട് ആവിയൊക്കെ പോയി ഇതാണ് ഇവിടെ എല്ലുകറി നല്ല വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഹോം മെയ്ഡ് ഗരം മസാലയുടെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഗരം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അടിപൊളിയാണ് കേട്ടോ, നല്ല മണമാണ് ഈ ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോഴത്തേന്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ് കറിക്ക്. അങ്ങനെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കപ്പ വേവിച്ച് എടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട്. കുക്കർ തുറക്കാൻ പറ്റുന്നില്ല, കപ്പയുടെ ആവി പോയിട്ടില്ല. ആ സമയം കൊണ്ട് കുറച്ച് ചീര ഇവിടെ പറിച്ചുകൊണ്ട് വന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്നാൽ ചീരയൊക്കെ അരിഞ്ഞ് ഉച്ചയ്ക്കത്തെ കറിക്ക് വേണ്ടി തോരനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ചീര മാത്രമല്ല കേട്ടോ, കുട്ടിത്തക്കാളിയുടെ ഇല കൂടിയുണ്ട്. ഇതാണ് കുട്ടിത്തക്കാളിയുടെ ഇല. അപ്പോൾ ചീരയും കുട്ടിത്തക്കാളിയുടെ ഇലയും കൂടി ഇട്ട് തോരൻ വെക്കാനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടിത്തക്കാളിയുടെ ഇല മാത്രം ഇട്ട് തോരൻ വെക്കുമ്പോൾ ഒരു ചെറിയ കയ്പ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ചീരയുടെ കൂടെ വെക്കുമ്പോൾ ആ ചവർപ്പ് കാണുകയില്ല. എങ്കിലും ചെറിയ ചവർപ്പുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കുട്ടിത്തക്കാളിയുടെ ഇല മാത്രം തോരൻ വെച്ചെടുക്കാനായിട്ട്. ഇവിടെ ചവർപ്പ് ആർക്കും പിടിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൂടെ കലർത്തി വെച്ചു. ചീര മാത്രമായിട്ട് വെക്കാനായിട്ടില്ലായിരുന്നു, അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേന് ഒരു തോരനുള്ളതുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ചീര അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ദാണ്ട് ഇവിടെ കപ്പ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്കിതൊന്ന് അരപ്പൊക്കെ ഇട്ടൊന്ന് കുഴച്ചെടുക്കണം. മുമ്പ് ഞാനിവിടെ കപ്പ വേവിക്കുന്ന വീഡിയോ ഒക്കെ ഫുള്ള് കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് കപ്പ ഊറ്റുന്ന വീഡിയോ ഒന്നും കാണിക്കാഞ്ഞത്. ഇവിടെ അരപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, അല്പം ചെറിയ ജീരകം, ഒരു വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കും. അരക്കുകയല്ല എങ്കിൽ ചതയ്ക്കുകയല്ല, അല്ലാത്തൊരു പരുവത്തിലെടുക്കും. ഒരുപാട് അരഞ്ഞു പോകേണ്ടതില്ല. അരപ്പ് വേകാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അരപ്പൊന്ന് വെന്ത് കിട്ടും. ഇനി എല്ലാവരും ഒന്ന് കപ്പ ബിരിയാണിയിൽ തേങ്ങ ഇട്ട് വെക്കുകയില്ല കേട്ടോ, പക്ഷെ തേങ്ങ ഇട്ട് കപ്പ വേവിച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കപ്പ ബിരിയാണിക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും ഞാനിവിടെ കപ്പ ബിരിയാണി തേങ്ങ ഇടാതെയും വെച്ച് നോക്കി, പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇവിടെ ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു മുളക് പൊടിയുടെയൊക്കെ ഒരു ഫ്ലേവറാണെന്ന് പറഞ്ഞു. അപ്പം എന്നും തേങ്ങ ഇട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടും നമ്മൾ ആ ഫ്ലേവർ മനസ്സിലാക്കിയത് കൊണ്ടുമാണ് തേങ്ങ ഇട്ട്
അരപ്പിട്ട് ആദ്യം കപ്പ കുഴച്ച് തന്നെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വെന്ത് റെഡിയായി വെച്ചിരിക്കുന്ന ദാണ്ട എല്ല് കറി അപ്പം ഒഴിച്ചു കൊടുക്കണം. നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കപ്പ നന്നായിട്ട് കുഴച്ച ശേഷമേ എല്ല് കറി എടുത്ത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. എല്ല് കറി മൊത്തം കൂടി ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കല്ല. ആദ്യം കുറച്ചൊഴിച്ച് കുഴച്ചെടുത്ത ശേഷം മാത്രം ബാക്കി ഒഴിച്ച് കുഴയ്ക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇച്ചിരി ചാറ് കൂട്ടിയെടുത്ത് എല്ല് കറി വെച്ച് നല്ലതുപോലെ കുഴച്ചെടുത്ത് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഈ കപ്പ ബിരിയാണി ഇരിക്കും തോറും കപ്പ ബിരിയാണി അങ്ങ് കയറി ടൈറ്റാകും. അപ്പോൾ പിന്നീട് ചൂട് പോയിട്ടൊക്കെ കഴിക്കുമ്പോഴത്തേനും ഒന്ന് ചൂടാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചൂടാക്കാൻ പറ്റാതെ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കേണ്ടി വരും. ഇതാകുമ്പോൾ നല്ല ചാറൊക്കെ ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കുവാണെങ്കിൽ ഇച്ചിരി നീട്ടി കുഴച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് ചൂടാക്കുമ്പോഴും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിട്ട് കിട്ടും. പച്ചവെള്ളത്തിൻ്റെ ചുവയൊന്നും വരികയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചാറ് കൂട്ടിയെടുത്ത് കുഴച്ചെടുക്കുന്നത്. സാധാരണ കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഈ തുടുപ്പിലെ ആ കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ എനിക്കതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. രാവിലെ കപ്പ ബിരിയാണി കഴിക്കാനായിട്ട് പാടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയട്ടെന്ന് വിചാരിച്ച് തുടുപ്പൊക്കെ ഞാൻ കഴുകിയെടുക്കുമായിരുന്നു. ചൂട് പോകുന്നതിന് മുമ്പായിട്ട് കഴിക്കുകയും വേണം കേട്ടോ. പിന്നീട് ചൂടാക്കി കഴിച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോഴത്തേനെ എനിക്ക് മാത്രം പറ്റിയില്ല ആ ചൂടോടുകൂടി കഴിക്കാനായിട്ട്, കാരണം കുറച്ചേറെ തിരക്കായിരുന്നു. അങ്ങനെ വേണ്ട കപ്പ ബിരിയാണി വെന്ത് റെഡിയായ പുറകെ കാക്കുവാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇന്ന് പണിയില്ലെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ കപ്പ ബിരിയാണി ആയപ്പോൾ എനിക്ക് തന്നേരം എനിക്ക് ആ ചൂടോടുകൂടി വേണമെന്ന് പറഞ്ഞ് കാക്കുവാണ് ആദ്യം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സള്ളാസുണ്ട്, കടുങ്കാപ്പിയുണ്ട്. കപ്പ ബിരിയാണിയുടെ അടിപൊളി കോമ്പിനേഷനാണ് കടുങ്കാപ്പി. അത്യാവശ്യം നല്ല ചാറ്റമഴയും കൊണ്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ചൂട് കപ്പ ബിരിയാണിയും കടുങ്കാപ്പിയും പൊള്ളിയാണ്. ചീര തോരൻ വെക്കുവാനായിട്ട് ചീരയൊക്കെ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പേ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേന് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഒരു ചുള വെളുത്തുള്ളി, ഒരു ഉള്ളി, ഇതെല്ലാം കൂടെ ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആദ്യം പച്ചച്ചുവ പോവാനായിട്ട് അരപ്പൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ചീര ഇട്ട് കൊടുക്കുന്നത്. അരപ്പൊന്ന് ചൂടാക്കിയല്ല എടുക്കുന്നത് കേട്ടോ, ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. അതെന്നെങ്കിലേ വേറൊരു ടേസ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇതിനും പച്ചച്ചവ ഉണ്ടാവും. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ടൊന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് തട്ടിപ്പൊത്തി അടച്ചു വെച്ചാൽ മതി. ചീര വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കുകയില്ല, പെട്ടെന്ന് തന്നെ ചീര വേകും. അടച്ചു വെച്ച് ആവി തന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവി തന്നെ ഇരുന്ന് പിന്നെയും വെന്തോളും. അതല്ല ഞാനിവിടെ അങ്ങനെ ചെയ്തില്ല. ചീര വെന്തതിന് ശേഷം മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ടാകാം അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഉണ്ടായിരുന്നു ചീരയിൽ. അതൊക്കെ ഒന്ന് നികത്തി നല്ലപോലെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്തിട്ടാണ് അടച്ചു വെച്ചത്. അരപ്പടി കിടക്കുന്നതുകൊണ്ട് തന്നെ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അരപ്പടി കിടന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി കൊടുത്തേക്കുന്നത്. പിന്നെയും ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് അപ്പോഴാണ് ചീരയ്ക്കകത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നത് മനസ്സിലായത് കേട്ടോ. വേണ്ട ചീര ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് വെള്ളം പറ്റിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചിക്കിയിട്ട് നല്ലതുപോലെ വെള്ളം ഉണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ടാവാം നല്ലതുപോലെ ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു. അതോ ഇനി ഞാൻ കഴുകി വെച്ചിട്ട് വെള്ളം തോരാത്തതിൻ്റെ ആണോ എന്നും അറിയില്ല കേട്ടോ. എന്താണെങ്കിലും എന്താണ്ട് ഇങ്ങനെ ഒന്ന് പറ്റിച്ചെടുത്തപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അതുകൊണ്ടാണ് മക്കളെയൊക്കെ ഒരിക്കൽ സ്കൂളിൽ വിട്ട ഭാഗമൊന്നും കാണിക്കാത്തത്. ദാണ്ട ഇനി ഉച്ചയ്ക്ക് ഞങ്ങൾ ചീരത്തോരനും സള്ളാസും ഇച്ചിരി ബീഫ് കറിയൊക്കെ കൂട്ടി ചോറുണ്ണുവാണ്. ഇവിടെ എനിക്ക് കപ്പ ബിരിയാണിയാണ് കേട്ടോ. കപ്പ ബിരിയാണി തീരുന്നോളം ഇനി ഞാൻ കപ്പ ബിരിയാണിയാണ് കഴിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കപ്പ ബിരിയാണി. ഇനി മക്കൾക്കും ഇരിപ്പുണ്ട് കേട്ടോ വൈകിട്ട് വന്ന് കഴിക്കാനുള്ളത്. ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ യാതൊരു പണികളും നടക്കുകയില്ല കേട്ടോ. എപ്പോഴും കടുങ്കാപ്പി അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പണികളെല്ലാം മുടങ്ങിപ്പോവും. ഇന്നെനിക്കൊരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. കേക്കൊക്കെ ഞാൻ ചെയ്തു. എന്നെ കാക്കു കേക്ക് ചെയ്യാനൊക്കെ സഹായിച്ചു. ഇനി അതിൻ്റെ ഡെക്കറേഷൻ ഞാൻ തന്നെ കൊടുക്കണം, കാക്കു കൊടുക്കത്തില്ല. ആ ഡെക്കറേഷനിലാണ് ഞാൻ കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൂട്ടായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കേക്ക് ചെയ്യുന്നതൊക്കെ നോക്കി ഡെക്കറേഷൻ കൊടുക്കാൻ കാക്കുവിന് അറിയത്തില്ല, അല്ലേ കാക്കു അത് കൊടുത്തേനെ. കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് അത്രയും തെളിച്ചമില്ലാത്തത്. കറണ്ടും വന്നും പോയി നിൽക്കുന്നു. നമ്മൾ കറണ്ട് ഇല്ലാത്തപ്പോൾ കത്തുന്ന ഒരു ബൾബിൻ്റെ വെട്ടത്തിൽ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണേലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.